പാലക്കാട്ടേക്ക് പോകുകയാണ്. അവിടെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. നമുക്കറിയാം, മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട നാളെ തുറക്കുന്നു. അങ്ങനെ ഒരു ഉത്സവ സീസണിലേക്ക് നമ്മുടെ ചെറു സംസ്ഥാനമായ കേരളം പോകുകയാണ്. സാധാരണയായി മണ്ഡലകാലം ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്കുള്ള ചെറിയ ക്ഷേത്രങ്ങളിലേക്ക് ഉത്സവങ്ങൾ തുടങ്ങുകയായി. അങ്ങനെ ഈ നവംബർ മാസത്തിൽ അല്ലെങ്കിൽ വൃശ്ചിക മാസത്തിൽ ആരംഭിക്കുന്ന ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ ചെന്നെത്തി അവസാനിക്കുന്നത് ഏപ്രിൽ മാസം നടക്കുന്ന തൃശ്ശൂർ പൂരത്തോടു കൂടിയാണ്. ഇപ്പോൾ കൽപ്പാത്തിയിലേക്ക് നമുക്ക് പോകാം. അവിടെ അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത് വളരെയധികം ലോകപ്രശസ്തി ആർജിച്ച ഒന്നാണ്. വലിയ തോതിൽ ഉത്സവങ്ങൾ നടക്കുന്ന ഒന്നാണ്. അവിടേക്ക് രണ്ടാം ദിവസം ഇന്നിപ്പോൾ കൽപ്പാത്തിയിൽ ഉത്സവം ആരംഭിക്കുന്നു. പറയൂ അരുൺ. ഗൗതം, തീർച്ചയായിട്ടും കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ രണ്ടാം ദിനത്തിൽ വലിയ തിരക്ക് തന്നെയാണ്. രഥപ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയും അതുപോലെ തന്നെ പരിവാര ദേവതകളുമാണ് അഗ്രഹാര വീഥികളിൽ രഥപ്രയാണം നടത്തിയത് എങ്കിൽ ഇന്നിപ്പോൾ മന്തക്കര മഹാഗണപതിയാണ് രഥപ്രയാണം നടത്തുന്നത്. മന്തക്കര മഹാഗണപതി ഒരു 11:30 തന്നെ രഥാരോഹണം നടത്തി. അതിനുശേഷം ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് മുന്നോട്ട് വരെ രഥപ്രയാണം നടത്തുകയായിരുന്നു. നിരവധി വിശ്വാസികളാണ് ഈ രഥം വലിക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് കുറച്ചധികം തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് പ്രധാന കാരണം എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഓരോരുത്തരും കണ്ടും കേട്ടും ഒക്കെ അറിഞ്ഞ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആ രഥം നമുക്ക് കാണാൻ സാധിക്കും. വിവിധ കാഴ്ചക്കുലകളും ദ്രവ്യങ്ങളും ഒക്കെ തൂക്കി അലങ്കരിച്ചിട്ടുള്ള ആ രഥം, ആ രഥത്തിൽ ഒരുപാട് ദേവീദേവന്മാരുടെ രൂപങ്ങളാണ് മരത്തിലിങ്ങനെ കൊത്തിവെച്ചിട്ടുള്ളത്. ആ രഥം ഒന്ന് തൊട്ട് വണങ്ങുക, ഈ രഥം ഒന്ന് വലിക്കുക എന്നൊക്കെ പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യം ലഭിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. ഏതായാലും മന്തക്കര മഹാഗണപതിയുടെ രഥം ഇന്നിപ്പോൾ രാവിലെ വേദപാരായണവും മറ്റുമൊക്കെ ക്ഷേത്രത്തിൽ നടക്കുകയുണ്ടായി. ആ വേദപാരായണത്തിന് ശേഷം പിന്നീട് ഗണപതി തൻ്റെ അച്ഛനായ വിശ്വനാഥ സ്വാമിയോട് അനുവാദം ചോദിക്കുന്നതിന് വേണ്ടി വന്നു. അങ്ങനെ അനുവാദം ചോദിച്ചതിന് ശേഷം തിരികെ ക്ഷേത്രത്തിലേക്ക് എത്തി. അങ്ങനെ തിരികെ ക്ഷേത്രത്തിലേക്ക് എത്തിയതിന് ശേഷമാണ് ഇപ്പോൾ പ്രയാണം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദൂരം വലിച്ചു നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് ആദ്യം ചെയ്യുക. അതിനുശേഷം ഇന്ന് വൈകിട്ടോടു കൂടിയാണ് അടുത്ത ഘട്ടമായിട്ട് വീണ്ടും രഥം അങ്ങോട്ടേക്ക് പ്രയാണം നടത്തുക. അതായത് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ ഭാഗത്തേക്കായിട്ട് പ്രയാണം നടത്തുക. മറ്റ് രഥങ്ങളൊക്കെ കൽപ്പാത്തിയിലെ നമുക്ക് മറ്റ് രഥങ്ങളൊക്കെ ഗ്രാമപ്രദക്ഷിണം ചെയ്യുമ്പോൾ മന്തക്കര മഹാഗണപതിയുടെ രഥം ഗ്രാമപ്രദക്ഷിണം നടത്തില്ല. പുതിയ കൽപ്പാത്തിയിൽ മാത്രമാണ് പ്രയാണം നടത്തുക എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഏതായാലും കൽപ്പാത്തിയിൽ വേദമന്ത്രമുഖരിതമായ ഈ അഗ്രഹാര വീഥികളിലൊക്കെ ഭഗവത് സ്തുതികളും അതുപോലെ തന്നെ ആർപ്പുവിളികളും ആവേശങ്ങളും ഒക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ആരവങ്ങളൊക്കെ മുഴങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഇനിയിപ്പോൾ നാളത്തെ ദിനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. കാരണം എല്ലാ ദേവതകളെയും ഒരുമിച്ച് കാണാൻ കഴിയും. അതായത് ഈ ദേവീദേവന്മാരുടെ ഒക്കെ രഥങ്ങൾ നാളെ വൈകിട്ട് 6 മണിയോടുകൂടെ തേരുമുട്ടിയിൽ സംഗമിക്കും. അങ്ങനെ തേരുമുട്ടിയിൽ സംഗമിക്കുമ്പോൾ എല്ലാ ദേവീദേവന്മാരെയും ഒരുമിച്ച് കാണാൻ കഴിയും. ആ ഒരു നിമിഷം അത് വലിയ അനുഗ്രഹമായിട്ടുള്ള ദിവസമാണ് എന്നുള്ളതാണ് അതിൻ്റെ ആ വിശ്വാസം. മാത്രമല്ല നമുക്കറിയാം, ഒരു വർഷത്തിൽ 363 ദിവസങ്ങളിലും ദേവീദേവന്മാരെ കാണുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ഇന്ന് ഈ ഒരു ദിവസം ഈ അഗ്രഹാരത്തെ ഓരോ വീടിൻ്റെയും മുന്നിൽ ഭഗവാൻ എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുതന്നെയാണ് വിശ്വാസപരമായിട്ട് ഏറെ വിശ്വാസികൾ ഇത്രയും ദിവസം തങ്ങൾ ക്ഷേത്രത്തിൽ പോയി വണങ്ങുന്ന അതേ ദേവൻ തങ്ങളുടെ വീട്ടുമുറ്റത്ത് വരുന്ന ആ ഒരു നിമിഷം, അതിനുവേണ്ടി ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്നിപ്പോൾ ഈ ഒരു ദിവസത്തിൽ ഭഗവാൻ രഥത്തിലേറിക്കൊണ്ട് തങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും കൽപ്പാത്തിയിൽ അഗ്രഹാര വീഥികളിൽ വേദമന്ത്രമുഖരിതമാണ്. ഇന്നിപ്പോൾ രഥോത്സവത്തിൻ്റെ രണ്ടാം ദിനം വലിയ ആവേശത്തോടുകൂടെ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഈ രഥോത്സവത്തിൻ്റെ രണ്ടാം ദിനമാണെന്ന് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ തിരക്ക് കാണുന്നത്? അതെ, തീർച്ചയായിട്ടും. ഇന്നലെ 1-ാം തീയതിയായിരുന്നു. സാധാരണ 3-ാം തീയതി കാണുന്ന ജനങ്ങളെയാണ് നമ്മൾ ഇന്നലെ 1-ാം തീയതി കണ്ടതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. പാലക്കാടിനെ സംബന്ധിച്ചോളം ഇതൊരു ആഘോഷത്തിലുപരി ഒരു എല്ലാവരും വീട്ടിലൊരു ഉത്സവം പോലെയാണ്. തേരിന് വരിക, ഈ ഗ്രാമവീഥികളിലൂടെ നടക്കുക, അങ്ങനെ അവരുടെ ഒരു സന്തോഷം പങ്കുവെക്കുക. അത്തരത്തിലൊരു വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് എല്ലാവർക്കും. ഇവിടെ എല്ലാവരും മുഖത്ത് നോക്കിയോ ഭയങ്കര ചിരിച്ചിട്ടും ഭയങ്കര സന്തോഷമായിരിക്കും. ഭയങ്കര കളിയും ചിരിയും സന്തോഷമൊക്കെ ആയിരിക്കും. അതാണ് പാലക്കാട് രഥോത്സവത്തിൻ്റെ ഒരു ഭംഗി. ജാതി മതഭേദ വ്യത്യാസം അന്യേ എല്ലാവരും ഒന്നായി അവരുടെ സ്വന്തം ഉത്സവം പോലെ കാണുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ശിവൻ, ഇതിപ്പോൾ മന്തക്കര തേരാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരം ശിവൻ്റെ തേര് വലിക്കാൻ തുടങ്ങും. ഇതിലും
ഒരു 10 ഇരട്ടി തിരക്ക് അവിടെ ഉണ്ടാവും. കാരണം ശിവനാണ് ഇവിടുത്തെ എല്ലാവരുടെയും അച്ഛൻ അല്ലെങ്കിൽ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ശിവൻ്റെ പേര് വിളിക്കുമ്പോൾ ഈ ഗ്രാമക്കാരെല്ലാവരും അവിടെ വന്ന് നിൽക്കും. അതിലുപരി ജനങ്ങളുമായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പാലക്കാടിനെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ള, എല്ലാവരും മനസ്സിൽ വളരെ സന്തോഷവും എന്താ പറയുക ഒരു പ്ലസൻറ്റ്, അതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ കൽപ്പാത്തിയുടെ വൈബ് അത് ആസ്വദിക്കാൻ വേണ്ടി പുറത്തു നിന്ന് ആളുകൾ കൂടെ പാലക്കാട്ടുകാരല്ലാതെ പുറത്തുനിന്ന് ആളുകളും കൂടെ കുറച്ച് അധികമായിട്ട് എത്തുന്നുണ്ടല്ലോ. അതെ, ഇപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്മുടെ ട്രസ്റ്റഡ് ഫാമിലിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കുറേ ഒരു കോൺടാക്ട് ചെയ്യാറുണ്ട്. ചേട്ടാ ഞങ്ങൾ വന്ന റൂം കിട്ടുമോ, സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഒരുക്കാൻ പറ്റുമോ, വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്, കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 10-15 ടീംസിന് അങ്ങനെ താമസം നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഉത്സവം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ വരണം. ഇവിടെ എന്തെന്താ സംഭവിക്കുന്നത്, എങ്ങനെയാണ് രഥം വിളിക്കുന്നത്, എന്താണ് ഇവിടെ ഉള്ളത്, അതിൻ്റെ ഒരു സന്തോഷം അറിയാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസൻസ് ഉണ്ട്. അത് നുകരാനായിട്ട് ഇന്ത്യയിലുള്ള നാനാ ദിക്കുകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ഇന്നലെ ഒരു വ്യക്തി കാനഡയിൽ നിന്ന് വന്നിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക വളരെ സന്തോഷമായി. നമ്മൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏകദേശം അതുപോലെ ആൾക്കാർ പങ്കെടുത്ത്, അല്ലെങ്കിൽ അതുപോലെ ലോകത്തിലുള്ള എല്ലാവരും വന്ന് ഒരു പങ്കുകൊള്ളുന്നൊരു ഉത്സവം കൂടിയാണ് നമ്മുടെ കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത്. അത് തന്നെയാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ആ ഒരു ആരവവും ആവേശവും ഒക്കെ അറിയുന്നതിന് വേണ്ടി പല നാടുകളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തുന്ന കാഴ്ചയാണ് ഇന്നലെ മുതൽ തന്നെ കാണുന്നത്. അതായത് കൽപ്പാത്തി രഥോത്സവം പറയുന്നത് ഏകദേശം ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ആ 10 ദിവസത്തിൽ ആദ്യം കൊടിയേറ്റം കഴിഞ്ഞാൽ തന്നെ പിന്നീട് ഇങ്ങനെ ആളുകൾ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്താൻ ആരംഭിക്കും. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ ഏതായാലും രഥോത്സവത്തിൻ്റെ ഈ 2ാം ദിനത്തിൽ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും വലിയ ആവേശത്തിലാണ്, വലിയ ആരവത്തോടു കൂടെയാണ് എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഈ രഥോത്സവത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ 2ാം ഇത്ര യുവാക്കൾക്ക് ആർക്ക് സംസാരിക്കാൻ എന്താണ് രഥോത്സവം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഈ വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു 10 ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൊല്ലം തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ ഒരു 10 ദിവസം ഫുൾ ആൻഡ് ഫുൾ യങ്സ്റ്റേഴ്സ് മുതൽ വയസ്സായവർ വരയ്ക്കും എല്ലാവരും ഫുൾ ആൻഡ് ഫുൾ ആക്റ്റീവും ഫുൾ ആൻഡ് ഫുൾ എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും. പലയിടത്തൊക്കെ ജോലിയും മറ്റുമൊക്കെ ആണെങ്കിലൊക്കെ നിങ്ങൾ ഇന്ന് കൽപ്പാത്തി രഥോത്സവം അവിടെ എത്തിയിരിക്കില്ലേ? അതെ, തേരിന് അയർലൻഡിൽ നിന്ന് കാണാൻ വന്ന മേഡമാണ് അവരോട് ചോദിക്കും. തന്നെയാണ് ഏതായാലും അയർലാൻഡിൽ നിന്ന് വരുന്നതാണ് രഥോത്സവത്തിന്. അതെ. വന്ന ദിവസം ഒരു 2 ആഴ്ചയായി വന്നിട്ട് തേരാഘോഷിക്കാൻ വേണ്ടി വന്നായിരുന്നു ഇവിടെ. എവിടെയാണെങ്കിലും ഈ ദിവസം ഇവിടെ എത്തും. വർഷാവർഷം ഇവിടെ എത്തിച്ചേരും. എന്താണ് എങ്ങനെയുണ്ട് രഥോത്സവത്തിന്റെ? ഇത് വലിയ സന്തോഷം. ഒരുപാട് വർഷത്തിന് ശേഷം കൽപ്പാത്തിയിലെ അഗ്രഹാരത്തിലുള്ള തേര് ദേശീയോത്സവം ഇത് കാണാനുള്ള ഐശ്വര്യവും ഇത്രയും ജനങ്ങൾ വന്നിട്ട് വളരെ ഹാപ്പി ആയിട്ട് വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് കണ്ട് നല്ലോണം സന്തോഷമായി പോകുന്നുണ്ട്. വെരി വെൽക്കം. ഓക്കെ. തന്നെയാണ് ഏതായാലും എല്ലാവരും വലിയ ആവേശത്തിലാണ്, വലിയ ആഘോഷത്തിലാണ്. ഇപ്പോൾ രഥോത്സവത്തിൻ്റെ ഏതായാലും 2ാമത്തെ ദിവസം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തുന്ന ഒരു കാഴ്ചയാണ് കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളിൽ കാണാൻ സാധിക്കുന്നത്. നാളത്തെ ദിവസം ഇനിയിപ്പോൾ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ തിരക്ക് നാളെ അനുഭവപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് നമ്മുടെ സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്ന, വൈവിധ്യമാർന്ന നമ്മുടെ കൾച്ചറിനെയൊക്കെ അടയാളപ്പെടുത്തുന്ന മറ്റൊരു ഉത്സവമാണ് കൽപ്പാത്തിയിലെ രഥോത്സവം. 10 ദിവസത്തെ ഉത്സവത്തിൽ ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ്. അരുൺ ചൂണ്ടിക്കാണിച്ച ആ ഒരു വാർത്തയിൽ നമുക്ക് കാണാൻ കഴിയും. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ, ഒപ്പം വിദേശ രാജ്യങ്ങളിൽ പോയി നിൽക്കുന്ന തദ്ദേശീയരായിട്ടുള്ള മലയാളികൾ, അവരെല്ലാം ഈ ഉത്സവത്തിൻ്റെ ഭാഗമാകാനായി അവിടേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഉത്സവത്തിൽ പങ്കെടുക്കുന്നവരുടെ ആളുകൾ കൂടി വരികയാണ്. ഇന്നിപ്പോൾ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ 2ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു.